സാധാരണ രീതിയിൽ ഡയബറ്റിസ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് അധികമായിട്ട് വരുമ്പോൾ പലർക്കും തോന്നുന്ന സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിയന്ത്രിതമായിട്ടുള്ള വിശപ്പ്, നമ്മൾ പറയും പോളിഫേജിയ, പോളിഡിപ്സിയ, ഭയങ്കര ദാഹം, ആൻഡ് എപ്പോഴും മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുക, പോളി യൂറിയ എന്നുള്ള പറയുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ഡയബറ്റിസ് ട്രീറ്റ് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ കാരണം എത്ര അൺകൺട്രോൾഡ് ആയിട്ടാണോ അവരുടെ ഷുഗേഴ്സ് പോകുന്നത് അത്രയും നേരത്തെ അത്രയും ഇൻറ്റൻസിറ്റിയിൽ ഈ കോംപ്ലിക്കേഷൻസ് കയറി വരും. ഇപ്പോൾ നല്ല കൺട്രോൾ ഷുഗർ പോകുന്ന ഒരു പേഷ്യൻറ്റിനെ പോലെ ആയിരിക്കത്തില്ല കൺട്രോൾ ഇല്ലാണ്ട് പോകുന്ന ഒരു പേഷ്യൻറ്റിൻ്റെ ഈ കോംപ്ലിക്കേഷൻസിൽ പെട്ടെന്ന് വരും, അവർക്ക് സിവിയറും ആയിരിക്കും. ജസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഷുഗർ ഇല്ലാത്ത അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഡയബറ്റിക് ഇല്ലാത്ത ഒരാൾക്ക് ഫസ്റ്റ് ടൈം പ്രഗ്നൻസിയിൽ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നതാണ് നമ്മൾ ജസ്റ്റേഷണൽ ഡയബറ്റിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ വിമണിന് 11 times റിസ്ക് കൂടുതലാണ് ജസ്റ്റേഷണൽ ഡയബറ്റിസ് വരാൻ വേണ്ടിയിട്ടുള്ള. ഇന്ന് നവംബർ 14 ലോക പ്രമേഹ ദിനം. ഈ രോഗം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന വെല്ലുവിളികളും അതിനെ എങ്ങനെ ഫലപ്രദമായി നേരിടാം എന്നതിനെക്കുറിച്ച് ചിന്തിക്കാനുമുള്ളൊരു ദിവസമാണിന്ന്. പ്രമേഹ രോഗികൾ വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ ഈ രോഗത്തെ ആദ്യ സ്റ്റേജിൽ തന്നെ കണ്ടെത്തിയാൽ ഒരു പരിധിവരെ ഇതിനെ നിയന്ത്രിച്ച് നിർത്താൻ നമുക്ക് സാധിക്കും. ഇതിനെക്കുറിച്ച് കൂടുതലായി നമ്മളോട് സംസാരിക്കുവാനും നമ്മുടെ സംശയങ്ങൾ തീർത്തു തരുവാനുമായി ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സെൻറ്റ് മേരീസ് ഹോസ്പിറ്റൽ ജനറൽ മെഡിസിൻ വിഭാഗം ഡോക്ടർ ബിനിത മാമാണ്. വെൽക്കം മാം. താങ്ക് യു. നമ്മുടെ സാധാരണ ഒരാൾക്ക് പ്രമേഹമുണ്ടോ എന്ന് സംശയം തോന്നുന്ന എന്തെങ്കിലും ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അത് എപ്പോഴാണ് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ട സാഹചര്യം വരുന്നത്? അതൊന്ന് പറയാമോ? സാധാരണ രീതിയിൽ ഡയബറ്റിസ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് അധികമായിട്ട് വരുമ്പോൾ പലർക്കും തോന്നുന്ന സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിയന്ത്രിതമായിട്ടുള്ള വിശപ്പ്, നമ്മൾ പറയും പോളിഫേജിയ, പോളിഡിപ്സിയ, ഭയങ്കര ദാഹം, ആൻഡ് എപ്പോഴും മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുക, പോളി യൂറിയ എന്നുള്ള പറയുന്ന കാര്യമാണ്. പിന്നെ അവർ ഭക്ഷണം എത്ര കഴിച്ചാലും അവരുടെ വെയിറ്റ് ഒരു കാരണവും ഇല്ലാണ്ട് താന്നു വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ പലപ്പോഴും പലരും പറയുന്ന കാരണങ്ങളാണ് എന്തെങ്കിലും മുറിവുകളൊക്കെ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ഉണങ്ങാണ്ട് വരുന്നു, ചെറിയൊരു ജലദോഷത്തിൽ തീരേണ്ട ഒരു ഇൻഫെക്ഷന് ഒരു ന്യൂമോണിയയിൽ പോയി നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ പലപ്പോഴും പല ഇൻഫെക്ഷൻസും ഹീലാകാണ്ട് വരുന്നു, അല്ലെങ്കിൽ അത് മുറിവുകൾ ഉണങ്ങാണ്ട് വരുന്നു. ഇങ്ങനത്തെ സിംറ്റംസ് വരുമ്പോഴാണ് നമ്മുടെ അടുത്തൊരു പേഷ്യൻ്റ് വരുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് അവർക്ക് ഷുഗർ ഉണ്ടോ എന്നുള്ളത് സംശയിക്കുന്നത്. പിന്നെ ഒത്തിരി വെയിറ്റ് പെട്ടെന്ന് ഗെയിൻ ചെയ്ത് വരുന്ന ആൾക്കാർ, നമുക്ക് കുറച്ച് മാർക്കേഴ്സ് ഉണ്ട്, നമുക്ക് കാണുമ്പോൾ അറിയാം, പേഷ്യൻ്റെ സ്കിൻ സ്ട്രക്ചേഴ്സും ഒക്കെ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും ഈ പേഷ്യൻ്റ് ഷുഗറിന് കാണാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ടാണ് പറയാറുള്ളത്. മാം, അതുപോലെ തന്നെ ഈ ഡയബറ്റീസ് ഉള്ള രോഗികൾക്ക് എന്തൊക്കെ പാർശ്വഫലങ്ങൾ ഉണ്ടാവാം? അതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെയുള്ള രോഗികൾ? ഡയബറ്റിസ് പേഷ്യൻസിന് നമ്മൾ പറയുന്ന കോംപ്ലിക്കേഷൻസ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അക്യൂട്ടായിട്ട് പെട്ടെന്ന് വരാൻ പറ്റുന്ന കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അവർ ഗ്ലൂക്കോസ് കൂടി നിൽക്കുമ്പോൾ ഡയബറ്റിസ് പേഷ്യൻസിന് ലോങ് ടേം റണ്ണിങ്ങിൽ വരാൻ പറ്റുന്ന ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അക്യൂട്ടായിട്ടുള്ള ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻസ് നമ്മൾ പറയുന്നതാണ് ഈ ഹൈപ്പോഗ്ലൈസിമിയ, ഷുഗർ താന്നു പോകുന്ന ഒരവസ്ഥ. അത് മരുന്നുകളും അവരുടെ ഡയറ്റും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്തിട്ട് പോകേണ്ട കാര്യങ്ങൾ. അപ്പം അക്യൂട്ട് കോംപ്ലിക്കേഷൻസിനകത്ത് ഒന്നുള്ളത് ഈ ഹൈപ്പോഗ്ലൈസിമിയ, ഷുഗർ താന്നു പോകുന്നു. പിന്നെ ഷുഗർ കൺട്രോൾ, ഗ്ലൂക്കോസ് കൺട്രോൾ അല്ലാണ്ട് പോകുന്ന പേഷ്യൻസിന് ചിലപ്പോൾ അത് അനിയന്ത്രിതമായിട്ട് ഒത്തിരി കൂടി അവരുടെ ബ്ലഡിലെ ആസിഡ് ലെവൽസ്, കീറ്റോൺ ലെവൽസിനൊക്കെ ചേഞ്ച് വരും. അപ്പോൾ നമ്മൾ ഡയബറ്റിക് കീറ്റോസിഡോസിസ് എന്നുള്ള കണ്ടീഷൻ ഇപ്പം പല പേഷ്യൻസും എസ്പെഷ്യലി ചെറുപ്പം മുതലേ ടൈപ്പ് 1 ഡയബറ്റീസിലുള്ള പേഷ്യൻസൊക്കെ പലപ്പോഴും അതിലാണ് ഡയഗ്നോസ്ഡ് ആവുന്നത്. പിന്നെ അതിൽ കൂടുതൽ നമ്മളെപ്പോഴും ഡയബറ്റിസ് ട്രീറ്റ് ചെയ്യണം കാര്യങ്ങളെല്ലാം പറയുന്നത് ഡയബറ്റിൻ്റെ ലോങ് ടേം റണ്ണിങ്ങിൽ വരാൻ പറ്റുന്ന കോംപ്ലിക്കേഷൻസാണ്. നമുക്ക് ടൈപ്പ് 2 ഡയബറ്റിസ് ഉണ്ട്, ഒരു പ്രായത്തിന് ശേഷം വരുന്ന ഡയബറ്റിസ് നമ്മൾ ഉദ്ദേശിക്കുന്നു. അപ്പോൾ അതിനകത്ത് വരുമ്പോൾ ഇനീഷ്യലി പേഷ്യൻറ്റിന് ഫസ്റ്റ് നമ്മൾ ഡയബറ്റിസ് ഡയഗ്നോസ്ഡ് ആകുമ്പോൾ തന്നെ ചിലപ്പം അവരുടെ കോംപ്ലിക്കേഷൻസും റണ്ണിങ്ങിൽ കാണും. പക്ഷെ നമ്മൾ അത് ആ സമയത്ത് ചിലപ്പം അവർക്കതിൻ്റെ സിംറ്റംസ് ഒന്നും വന്നു എന്നിരിക്കത്തില്ല. യൂഷ്വലി ഡയബറ്റിസ് സ്റ്റാർട്ട് ചെയ്തൊരു 5 to 10 years 15 yearsനുള്ളിൽ എല്ലാവർക്കും ഈ കോംപ്ലിക്കേഷൻസ് വരും. അപ്പോൾ നമ്മൾ ഡയബറ്റിസ് ട്രീറ്റ് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ കാരണം എത്ര അൺകൺട്രോൾഡ് ആയിട്ടാണോ അവരുടെ ഷുഗേഴ്സ് പോകുന്നത് അത്രയും നേരത്തെ അത്രയും ഇൻറ്റൻസിറ്റിയിൽ ഈ കോംപ്ലിക്കേഷൻസ് കയറി വരും. ഇപ്പോൾ നല്ല കൺട്രോൾ ഷുഗർ പോകുന്ന ഒരു പേഷ്യൻറ്റിനെ പോലെ ആയിരിക്കത്തില്ല കൺട്രോൾ ഇല്ലാണ്ട് പോകുന്ന ഒരു പേഷ്യൻറ്റിൻ്റെ ഈ കോംപ്ലിക്കേഷൻസിൽ പെട്ടെന്ന് വരും, അവർക്ക് സിവിയറും ആയിരിക്കും.
ഇപ്പോൾ ഈ ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻസ് നമ്മൾ ഉദ്ദേശിക്കുന്ന മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. കണ്ണിൻ്റെ ഞരമ്പുകളെ ബാധിക്കാം, നമ്മൾ പറയും ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയും. അതേപോലെ കിഡ്നീനെ ബാധിക്കും, ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് പറയും. കാലിൻ്റെ ഞരമ്പുകളെ ബാധിക്കുന്നതാണ് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് നമ്മൾ പറയുന്നത്. അതേപോലെ തന്നെ മാക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതിനകത്ത് പറയുന്നതാണ് ഹാർട്ട് അറ്റാക്ക് പോലെ, കാർഡിയോവാസ്കുലർ ഡിസീസ്, സ്ട്രോക്ക് പോലത്തെ വരിക, കാലിലോട്ടുള്ള രക്തക്കുഴലുകളിൽ അടപ്പ് വരിക, കാലിലോട്ടുള്ള രക്തയോട്ടം കുറയുക, ഇതൊക്കെ മാക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസ്. പിന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഡയബറ്റീസിൻ്റെ ലോങ് ടേമിൽ പോകുമ്പോൾ കാലിൽ വരുന്ന അൾസറുകൾ ഹീലാകാണ്ടിരിക്കുന്നു. ഇതെല്ലാം ഡയബറ്റീസിൻ്റെ ഒരു ഡിസീസ് പ്രോഗ്രഷൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പേഷ്യൻസിന് ഇത് എങ്ങനെ മനസ്സിലാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൈപ്പ് 2 ഡയബറ്റീസ്, അത് നമ്മൾ സാധാരണ കാണുന്ന ഡയബറ്റീസ്, അങ്ങനെയുള്ളവർക്ക് ഫസ്റ്റ് ഡയബറ്റീസ് ഡയഗ്നോസ്ഡ് ആകുമ്പോൾ തന്നെ നമ്മൾ സ്ക്രീൻ ചെയ്യിക്കും പേഷ്യൻറ്റിനെ കൊണ്ട്. കണ്ണിൻ്റെ ഞരമ്പുകൾക്ക് ഡയബറ്റിക് റെറ്റിനോപ്പതി വൺ ഓഫ് ദി ലീഡിങ് കോസസ് ആണ് നമുക്ക് ബ്ലൈൻഡ്നെസ്സിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഫസ്റ്റ് ഡയബറ്റീസ് ഡയഗ്നോസ്ഡ് ആകുമ്പോൾ തന്നെ നമ്മൾ ടൈപ്പ് 2 ഡയബറ്റീസ് ഡയഗ്നോസ്ഡ് ആകുമ്പോൾ തന്നെ നമ്മൾ അവരോട് കണ്ണ് ഒഫ്താൽമോളജിസ്റ്റിനെ കണ്ട്, സാധാരണ പേഷ്യൻസ് എല്ലാവരും പറയാം ഞാൻ കണ്ണ് പരിശോധിച്ചു, പവർ ചെക്ക് ചെയ്തു, പക്ഷേ അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഉള്ളിലോട്ട് കണ്ണിൻ്റെ ഞരമ്പുകളിൽ ഷുഗറിൻ്റെ ഭാഗമായിട്ട് രക്തക്കുഴലുകളുടെ വർധന, പ്രൊലിഫറേഷന് ഡിഫറൻസ് വരാൻ വേണ്ടി പറ്റും. അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. പിന്നെയുള്ളത് ഇങ്ങനെ ഫസ്റ്റ് ഡയഗ്നോസ്ഡ് ആകുമ്പോൾ തന്നെ പേഷ്യൻറ്റ് ചെക്ക് ചെയ്താലും എവറി ഇയർ ഒരു പേഷ്യൻറ്റ് ഒഫ്താൽമോളജിസ്റ്റിനെ കണ്ട് അവരുടെ കണ്ണിന് ഡയബറ്റിക് റെറ്റിനോപ്പതി ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ അറ്റ് ദ ഏർലിയസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടി പറ്റും. അതേപോലെ ഡയബറ്റിക് ന്യൂറോപ്പതി, കാലിലോട്ടുള്ള ഞരമ്പുകളുടെ എഫക്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയാറുള്ളത്, പേഷ്യൻസ് പലപ്പോഴും പറയും തരിതരിപ്പാണ്, മരപ്പാണ്, അല്ലെങ്കിൽ സൂചിക്ക് കുത്തുന്ന പോലെ, നടക്കുമ്പോൾ പന്നിക്കെട്ടി കൂടെ നടക്കുന്ന പോലെ, ഇങ്ങനെയാണ് പലരും സിംറ്റംസ് പറയാറുള്ളത്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് വന്നു കഴിഞ്ഞാൽ ഇയർലി പെരിഫറൽ ന്യൂറോപ്പതിയുടേതും എന്തെങ്കിലും സിംറ്റംസ് വന്നാൽ അതിനുള്ളിൽ, ഇല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ എക്സാമിനേഷൻ നടത്തണം. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അവർ കാണുന്ന ഡോക്ടറിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള മരുന്നുകൾ വെച്ചിട്ട് നോക്കാൻ പറ്റുന്നതാണ്. പിന്നെ നെഫ്രോപ്പതിക്ക് സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻറ്റ് പലപ്പോഴും പറയില്ല മൂത്രം ഭയങ്കര പതഞ്ഞു പോകുന്നു. അപ്പോൾ ഈ കോംപ്ലിക്കേഷൻസ് എല്ലാം ഏർലി ഡിറ്റക്ഷന് വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം, കൊല്ലത്തിൽ ഒരിക്കലും ഇതെല്ലാം ഉണ്ടോ എന്നുള്ളത് നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം. അത് എല്ലാ പേഷ്യൻസിനോടും നമ്മൾ അഡ്വൈസ് ചെയ്യും. ഷുഗർ കൺട്രോൾ ആണെങ്കിലും നമ്മൾ ചെയ്യണം. ഷുഗർ കൺട്രോൾ ആണെങ്കിലും അല്ലെങ്കിലും. ഇനി ടൈപ്പ് 1 ഡയബറ്റീസ് ഉള്ള പേഷ്യൻറ്റിന് അവർ ചെറുപ്രായത്തിൽ തന്നെ ആയിരിക്കും വരുന്നത്. ഈ കോംപ്ലിക്കേഷൻസ് ഒന്നും ഡെവലപ്പായിട്ട് വന്നിട്ട് കാണാൻ സാധ്യതകൾ കുറവാണ്. അപ്പം അങ്ങനെയുള്ളവരോട് നമ്മൾ പറയണത് ഫസ്റ്റ് ഡയഗ്നോസ്ഡായി 5 ഇയേഴ്സിൽ ഇവരിത് സ്ക്രീൻ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കണം. ടൈപ്പ് 2 ഡയബറ്റീസുകാർ ഡയഗ്നോസ്ഡ് ആകുമ്പോഴും നോക്കണം, എവറി ഇയർ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇങ്ങനെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാം, അതനുസരിച്ചിട്ട് നേരത്തെ നമുക്ക് ട്രീറ്റ്മെൻറ്റും ചെയ്യാൻ വേണ്ടി പറ്റുന്നു. ഡയബറ്റീസ് സ്ക്രീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ HbA1c എന്ന് പറയും, നമ്മുടെ ശരാശരി ഷുഗർ. ഇപ്പോൾ ഒരു ശരാശരി ഷുഗർ 6.5, അത് കഴിഞ്ഞ നമ്മുടെ 3 മാസത്തെ ഒരു ആവറേജ് ഷുഗറാണ്. അപ്പോൾ അതൊരു 6.5 മുകളിലാണെങ്കിൽ ഹീസ് എ ഡയബറ്റിക്. അപ്പോൾ 5.7 to 6.5 ആണെങ്കിൽ അതൊരു പ്രീ ഡയബറ്റിക് എന്നുള്ളൊരു സ്റ്റേജാണ്. ഇല്ലെങ്കിൽ നമ്മുടെ ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് 125 മുകളിലോട്ട് നിൽക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ രീതിയിലുള്ള ഗ്ലൂക്കോസ് ലെവൽസ് നോക്കുമ്പോൾ കൂടി നിൽക്കുന്ന ഒരവസ്ഥ, ഇതിനെയെല്ലാം നമ്മൾ പ്രീ ഡയബറ്റിക് സ്റ്റേജ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പ്രീ ഡയബറ്റിക് സ്റ്റേജ് നേരത്തെ എപ്പോഴേലും കണ്ടുപിടിച്ചേക്കുന്നവർ, അതല്ലെങ്കിൽ ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി റിലേഷൻസിൽ ഡയബറ്റിസ് ഉള്ളവർ, ഇല്ലെങ്കിൽ ഫീമെയിൽസിനെ നോക്കുകയാണെങ്കിൽ അവരുടെ പ്രസവ സമയത്ത് അല്ലെങ്കിൽ ജസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസ് ഉള്ളവർ, അല്ലെങ്കിൽ HDL കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ് ലെവൽസിലൊക്കെ കാര്യമായ വേരിയേഷൻ ഉള്ളവർ, പ്രഷർ എപ്പോഴും തന്നെ 140-90 മുകളിൽ നിൽക്കുന്നവർ, ഇങ്ങനെയുള്ളവർക്കൊക്കെ നമ്മൾ എപ്പോഴും ഡയബറ്റിസിന് വേണ്ടിയിട്ടുണ്ടോ എന്നുള്ളത് സ്ക്രീൻ ചെയ്യണമെന്ന് അഡ്വൈസ് ചെയ്യുന്ന പേഷ്യൻസാണ്. അപ്പോൾ ഇവർ 45 വയസ്സിന് മുകളിലോട്ട് പോകാണ്ട് എല്ലാവരും ഷുഗർ ഉണ്ടോ എന്നുള്ളത്, ഗ്ലൂക്കോസ് ഉണ്ടോ എന്നുള്ളത് സ്ക്രീൻ ചെയ്ത് നോക്കിയിരിക്കണം. അതിന് നമ്മൾ പലപ്പോഴും ഫാസ്റ്റിംഗ് ഷുഗർ നോക്കാനോ അല്ലെങ്കിൽ HbA1c ലെവലൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് പറയാറുള്ളത്. അപ്പം ഒരു പ്രാവശ്യം വരുന്ന വാല്യൂസ് അനുസരിച്ച് അടുത്ത സ്ക്രീനിങ് മേ ബി ഒരു 1 ഇയറിന് ശേഷമായിരിക്കാം, കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തവർക്ക് മേ ബി ഒരു 2 ഇയേഴ്സിന് ശേഷമായിരിക്കാം. അങ്ങനെയാണ് നമ്മൾ സാധാരണ ഡയബറ്റീസ് ഉണ്ടോ എന്നുള്ളത് സ്ക്രീൻ ചെയ്യാനും കൂടി സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് പ്രമേഹ ചികിത്സാ രംഗത്ത് പുതിയതായി വന്ന രീതികൾ അല്ലെങ്കിൽ വന്ന മാറ്റങ്ങൾ, അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാമോ? നമുക്ക് ഡയബറ്റീസിൻ്റെ ട്രീറ്റ്മെൻറ്റ് പറയുമ്പോൾ നമുക്ക് ട്രീറ്റ്മെൻറ്റ് 2 ആയിട്ട് വെക്കാം. ഒന്ന് ഇൻസുലിൻ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, ഒന്ന് ഡയബറ്റിക് ഡ്രഗ്സ് ഉണ്ട്, ഓറൽ ഹൈപ്പോഗ്ലൈസെമിക് ഏജൻറ്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡയബറ്റിക് മെഡിക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇൻസുലിൻ്റെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ പണ്ട് നമ്മൾ ഇൻസുലിൻ ജസ്റ്റ് ഷോർട്ടാക്കി, നമുക്ക് പല ടൈപ്പ് ഓഫ് ഇൻസുലിനുകളുണ്ട്. ഒന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഓരോ ഭക്ഷണത്തിലും ഓരോ മീലിൻ്റെയും കൂടെ, മേജർ മീലിൻ്റെ കൂടെ നമ്മൾ എടുക്കുന്ന ഇൻസുലിൻസ് ഉണ്ട്. അല്ലെങ്കിൽ സാധാരണ എടുക്കാറുള്ള ബൈഫേസിക് ഇൻസുലിൻ എന്ന് പറയുന്നത്, അതായത് പേഷ്യൻസിൻ്റെ സാധാരണ ഇതിൽ പറയുകയാണെങ്കിൽ മിക്സ്ഡ് വോസ്ലിൻ ഇൻസുലിൻ, 30-70 ഇൻസുലിൻ എന്നൊക്കെ പറയുന്ന ഇൻസുലിന് ഭക്ഷണത്തിന് രാവിലെയും വൈകുന്നേരവും എടുക്കുന്ന ഇൻസുലിൻ ഉണ്ട്. അതല്ലാന്നെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞത് അക്ട്രാപ്പിഡ് എന്ന് പറയുന്ന ഇത് ഒരു
ഒരു ഷോർട്ട് ആക്ടിങ് ടൈപ്പ് ഓഫ് ഇൻസുലിൻ്റെ ഒരു ബ്രാൻഡാണത്. അപ്പോൾ അത് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം വെച്ചിട്ട് നമ്മൾ എടുക്കുന്ന ഇൻസുലിൻസ് ഉണ്ട്. പിന്നെ ഇപ്പോഴത്തെ ന്യൂവറായിട്ട് വരുന്ന ഇൻസുലിൻസ് ഉണ്ട്, നമുക്കിങ്ങനെ കുറേ പ്രാവശ്യങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. വൺസ് എ ഡേ എടുക്കുന്ന ഇൻസുലിന്, ലോങ് ആക്ടിങ് ആയിട്ടുള്ള ബേസിൽ ഒരു ഫംഗ്ഷൻ നമ്മുടെ ബോഡിയുടെ അതിനനുസരിച്ച് തന്നെ ഇൻസുലിൻ സെക്രീഷനോട് ഓൾമോസ്റ്റ് കമ്പയർ ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ഇൻസുലിൻ അതുപോലത്തെ ഇൻസുലിൻസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഒത്തിരി ന്യൂവർ ടൈപ്സ് ഓഫ് ഇൻസുലിൻസ് വരുന്നുണ്ട്. അതേപോലെ കഴിക്കുന്ന മരുന്നുകളുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇനീഷ്യലി ഉണ്ടായിരുന്ന 1 or 2 കാറ്റഗറി ഓഫ് മെഡിസിൻസ് അല്ല ഇപ്പം. ഓരോ പ്രാവശ്യം പുതിയ പുതിയ ഓരോ മരുന്നുകൾ, അതും ഇൻസുലിൻ, സത്യം പറഞ്ഞാൽ ഇൻസുലിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ പലരും ചോദിക്കുന്നത് ഇൻസുലിനും ഗ്ലൂക്കോസും തമ്മിൽ എന്താണുള്ളത്. നമ്മളിരിക്കുന്ന ഈ റൂമിനകത്തോട്ട് ഇതൊരു കോശമാണെന്നുള്ള രീതിയിൽ കണക്കാക്കുക. ഗ്ലൂക്കോസിന് ഉള്ളിലോട്ട് കയറി ഈ കോശത്തിന് ആ ഗ്ലൂക്കോസിനെ യൂട്ടിലൈസ് ചെയ്യണം. അങ്ങനെ കയറി യൂട്ടിലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ റൂമിൻ്റെ ഡോറ് തുറക്കണം. ആ തുറക്കാൻ വേണ്ടിയിട്ടുള്ളൊരു താക്കോലാണ് ഇൻസുലിൻ. സോ ഇൻസുലിൻ ഉണ്ടെങ്കിലേ ആ ഗ്ലൂക്കോസിന് ഉള്ളിൽ കയറി ഈ സെല്ലിന് ആ ഗ്ലൂക്കോസിനെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇൻസുലിൻ ഒട്ടുമില്ലാത്ത പേഷ്യൻസിന്, അല്ലെങ്കിൽ ഇൻസുലിൻ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ടൈപ്പ് 1 ഡയബറ്റിസോ അല്ലെങ്കിൽ ടൈപ്പ് 2 ഡയബറ്റിക്കാർ പോകെ എത്ര വന്നാലും അവരുടെ പാൻക്രിയാസിൽ നിന്നുള്ള ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞു പോകും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഏത് കാറ്റഗറി ഓഫ് ഇൻസുലിൻ ട്രീറ്റ്മെൻറ്റ് ഇഞ്ചെക്ഷൻസ് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ആൻഡ് ഇൻസുലിൻ ഇഞ്ചെക്ഷൻസിൽ തന്നെ നേരത്തെ നമ്മൾ സിറിഞ്ച് എടുത്ത് കുത്തി, എല്ലാവരുടെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ വേദനയാണ്, കുത്തണല്ലോ, എനിക്ക് തന്നെ കുത്താൻ പറ്റുമോ, കൂടെ വീട്ടിൽ ആരുമില്ല, ഇതൊക്കെയാണ് പലരും പറയാറുള്ളത്. ഇപ്പം നമുക്ക് പെൻ ഇൻസുലിൻസ് ഉണ്ട്, നമ്മുടെ ബോൾ പോയിൻറ്റ് പെൻ പോലെ തന്നെ ജസ്റ്റ് അതൊന്ന് നോബ് ടേൺ ചെയ്യുക, വെക്കുക, ജസ്റ്റ് നമ്മൾ ബോൾ പോയിൻറ്റ് പെന്നിൽ നിൽക്കുന്ന പോലെ തന്നെ നിൽക്കുക. അത് കഴിയുമ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആർക്കാണെങ്കിലും സ്വയമേ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഫൈൻ നീഡിൽസ് ആണ്, പെയിൻ കുറവായിരിക്കും, ക്യാരി ചെയ്യാം, ഫ്രിഡ്ജിൽ എപ്പോഴും വെച്ചുകൊണ്ടിരിക്കണം എന്നില്ല, അങ്ങനെ ഒത്തിരി അഡ്വാൻസ്മെൻറ്റ്സ് വന്നുകൊണ്ടിരിപ്പുണ്ട്. ദെൻ ടാബ്ലറ്റ്സിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ പല പുതിയ കാറ്റഗറി ഓഫ് ടാബ്ലറ്റ്സ് ഉണ്ട് നമുക്ക്. ഇൻസുലിൻ്റെ നമ്മുടെ ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ്റെ തന്നെ പ്രവർത്തനം കുറച്ചും കൂടി സജ്ജമാക്കുന്ന രീതിയിലുള്ള ടാബ്ലറ്റ്സ്, ഇൻസുലിൻ്റെ ഉൽപ്പാദനം കൂട്ടുന്നത്, അതേപോലെ ഫുഡ് കഴിക്കുന്നതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് മാത്രം ചിലർക്ക് ഷുഗർ കൂടുക, അപ്പോൾ ഫുഡിൻ്റെ അബ്സോർപ്ഷൻ കുറയ്ക്കുന്ന രീതിയിലുള്ള മെഡിസിൻസ്. അങ്ങനെ ഓരോ മെഡിസിനും ഓരോ രീതിയിലുള്ള മെക്കാനിസംസ് ഉണ്ട്. ഇപ്പോൾ വരുന്ന പുതിയ മെഡിസിൻസ് നമ്മുടെ ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള ഹാർട്ടിൻ്റെ, കിഡ്നിയുടെ പ്രവർത്തനത്തിനെ പോലും കുറച്ചുകൂടി കോംപ്ലിക്കേഷൻസ് എല്ലാം കുറയ്ക്കുന്ന രീതിയിലുള്ള മെഡിസിൻസ്, ഒത്തിരി കാറ്റഗറി ഓഫ് മെഡിസിൻസ് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതേപോലെ ഇഞ്ചക്ഷൻ ആയിട്ടുള്ള മെഡിസിൻസും ഉണ്ട്. വൺസ് ഇൻ എ മന്ത്, കുറേ നാളുകൾ കൂടുമ്പോൾ എടുക്കാൻ പറ്റുന്ന ഇഞ്ചക്ഷൻ ആയിട്ടുള്ള മരുന്നുകളും ഉണ്ട്. ഇൻസുലിൻ അല്ലാണ്ട് വേറെ ഇഞ്ചക്ഷൻസും ഉണ്ട്, ഷുഗറിന് വേണ്ടിയിട്ട്, ഗ്ലൂക്കോസിന് വേണ്ടിയിട്ട്. മാം, അടുത്തായി നമുക്ക് ഈ ഗർഭകാല പ്രമേഹം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെ പറയുന്നത് കൊണ്ട് നമുക്ക് കുഞ്ഞിൻ്റെയും അമ്മയുടെയും ആരോഗ്യാവസ്ഥയെ അത് ബാധിക്കുന്നുണ്ടോ ഈ പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന പ്രമേഹം കൊണ്ട്? പിന്നെ അത് പ്രഗ്നൻസിക്ക് ശേഷം അത് നോർമൽ ആണെങ്കിലും പിന്നീട് വരാനുള്ള ചാൻസ് ഉണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്, അതൊന്ന് പറയാമോ? ജസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഷുഗർ ഇല്ലാത്ത, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഡയബറ്റിക് ഇല്ലാത്ത ഒരാൾക്ക് ഫസ്റ്റ് ടൈം പ്രഗ്നൻസിയിൽ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നതാണ് നമ്മൾ ജസ്റ്റേഷണൽ ഡയബറ്റിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ വിമണിന് 11 times റിസ്ക് കൂടുതലാണ് ജസ്റ്റേഷണൽ ഡയബറ്റിസ് വരാൻ വേണ്ടിയിട്ടുള്ളത്. ആൻഡ് നമ്മുടെ ഇന്ത്യയിൽ ഔട്ട് ഓഫ് 100 പ്രഗ്നൻസിയിൽ 6 പേർക്ക് ഈ GDM അല്ലെങ്കിൽ ജസ്റ്റേഷണൽ ഡയബറ്റിസ് ഉണ്ട്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ GDM, ജസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസ്, GDM ഉള്ളവർക്ക് അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഡ്യൂറിങ് പ്രഗ്നൻസി, ഡ്യൂറിങ് ഡെലിവറി, ആഫ്റ്റർ ഡെലിവറി ഏത് സമയത്ത് വേണമെങ്കിലും വരാൻ പറ്റുന്നതാണ്. ഇപ്പം ഡ്യൂറിങ് പ്രഗ്നൻസി നോക്കുകയാണെങ്കിൽ ഈ അമ്മയ്ക്ക് പ്രീ എക്ലാംസിയ പോലത്തെയുള്ള വേറെ കുറച്ച് കണ്ടീഷൻസ്, മെഡിക്കൽ കണ്ടീഷൻസ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പ്രസവ സമയത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷുഗറുള്ള അമ്മമാർ, അല്ലെങ്കിൽ ഡയബറ്റിക് ഉള്ള അമ്മമാർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് കൂടുതലായിരിക്കും എപ്പോഴും കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഒരു നോർമൽ ഡെലിവറിയിലോട്ട് പോകാണ്ട് സിസേറിയൻ ഡെലിവറിയിലോട്ട് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അല്ലെങ്കിൽ നോർമൽ ഡെലിവറി ആണെങ്കിൽ ഒരു ലാർജ് ബേബി കടന്നു വരുമ്പോൾ ഉള്ള ടിഷ്യൂ ഇഞ്ചുറീസ് അമ്മയ്ക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇനി ഡെലിവറിയുടെ ശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഒരു പ്രഗ്നൻസിയിൽ GDM, ജസ്റ്റേഷണൽ ഡയബറ്റിസ് ഉള്ള അമ്മമാർക്ക് അടുത്ത പ്രഗ്നൻസിയിൽ ജസ്റ്റേഷണൽ ഡയബറ്റിസ് വരാനുള്ള റിസ്ക്കുകൾ കൂടുതലാണ്. ഇങ്ങനെയുള്ള അമ്മമാർക്ക് ഓൾറെഡി കുറച്ച് പ്രഗ്നൻസിയുടെ വെയിറ്റ് ഗെയിനും കാണും. ഇവർക്ക് ഭാവിയിൽ ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ് വരാനുള്ള റിസ്ക്കുകളും കൂടുതലാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രഗ്നൻസിയുടെ സമയത്ത് അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ കാർഡിയാക് അബ്നോർമാലിറ്റീസ്, ന്യൂറൽ അബ്നോർമാലിറ്റീസ് വരാൻ വേണ്ടിയിട്ട്, നരമ്പ് സംബന്ധമായിട്ട് അല്ലെങ്കിൽ ഹാർട്ട് സംബന്ധമായിട്ടുള്ള അബ്നോർമാലിറ്റീസ് വരാൻ വേണ്ടി പറ്റും. അവരുടെ ഡെലിവറിയുടെ സമയത്ത് കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ലാർജ് ബേബി കടന്നു പോരുമ്പം ചിലപ്പം ഷോൾഡർ ജോയിൻറ്റ് ഡിസ്ലൊക്കേഷൻസ് വരാം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എന്ത് ടിഷ്യൂ ഇഞ്ചുറീസും വരാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകളുണ്ട്. ഡെലിവറിക്ക് ശേഷം ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് അവരുടെ ബോഡിയിലും അമ്മയുടെ ബോഡിയിലെ ഇൻസുലിൻ കാരണം
ഇൻസുലിൻ കുറച്ച് കൂടുതലാണ്. അപ്പോൾ അവർ ചിലപ്പം ഷുഗർ എല്ലാം അവരുടെ വേരിയേഷൻസും ICU നിയോണേറ്റൽ ICUയിലോട്ടുള്ള അഡ്മിഷൻസ് ഷുഗർ വേരിയേഷൻസ് വരാനുള്ള റിസ്ക് കൂടുതലാണ്. ഇത് കൂടുതലായിട്ട് ഇപ്പോഴത്തെ പല പഠനങ്ങളും കാണിക്കുന്നത് ഇൻ്റർജനറേഷണൽ ട്രാൻസ്ഫർ ഓഫ് റിസ്ക്. അമ്മയ്ക്ക് ജസ്റ്റേഷണൽ ഡയബറ്റിസ് ഉണ്ടെങ്കിൽ ഈ കുഞ്ഞുണ്ടായിക്കഴിഞ്ഞ് ഈ കുഞ്ഞിൻ്റെ അഡോളസെൻറ്റ് പീരീഡിലും അഡൽട്ട് ലൈഫിലോട്ടും പോകുമ്പോൾ ആ കുഞ്ഞിന് ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസും കാർഡിയോവാസ്കുലർ പ്രശ്നങ്ങളും ഫാറ്റി ലിവറിനും ഒക്കെയുള്ള റിസ്ക് കൂടുതലായിരിക്കും. അപ്പോൾ അമ്മയുടെ ഉദരത്തിൽ നമ്മളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ നിന്ന് റിസ്ക് സ്റ്റാർട്ട് ചെയ്യുവാണ് നമ്മുടെ ഡയബറ്റിസിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് സ്ക്രീനിങ്ങിനും പബ്ലിക്കിന് ഇൻഫോർമേഷനും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. മാം, അതുപോലെ തന്നെ ഈ പ്രമേഹം ബാധിച്ചവരുടെ കാൽപാദങ്ങൾ അത് ഒത്തിരി കെയർ ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ്, എന്താണ് ചെയ്യേണ്ടവർ? ഡയബറ്റിക് പേഷ്യൻസിന് ഫുഡ് അൾസേഴ്സ് അവരുടെ ജീവിതകാലത്തിൽ ഒരു 25% എപ്പോഴും റിസ്ക് ഉണ്ട് അവർക്ക് അൾസർ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ അൾസറിലോട്ട് പല പേഷ്യൻസിന് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് മാത്രം ഈ അൾസർ ഹീലാവാത്ത, എന്തുകൊണ്ടാണ് ഷുഗർ പേഷ്യൻസിന് അൾസർ വരുന്നതെന്നുള്ളത്. അപ്പം അങ്ങനെ വരുന്നതിന് കാരണങ്ങൾ എന്ന് വെച്ചാൽ ഒന്ന് അവരുടെ കാലിൽ ഞരമ്പിന് പ്രശ്നം കാരണം അവർക്ക് പലപ്പോഴും ചെറിയൊരു മുറിവോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവത്തില്ല. അത് ചിലപ്പോൾ അതൊരു അൾസറിലോട്ട് പോയി കഴിഞ്ഞിട്ടായിരിക്കും പലപ്പോഴും അവർ ശ്രദ്ധിക്കുന്നത് തന്നെ. പിന്നെ ഷുഗറിൻ്റെ ഭാഗമായിട്ട് കാലിലോട്ടുള്ള രക്തയോട്ടത്തിന് പ്രശ്നം വരുമ്പം അങ്ങോട്ടേക്കുള്ള നമ്മുടെ ബ്ലഡ് ഫ്ലോ കറക്റ്റ് ആയിരിക്കത്തില്ല. അപ്പോൾ ഒരു വൂണ്ട് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡ് ഫ്ലോയും കാര്യങ്ങളും എല്ലാം അഡിക്വേറ്റ് ആയിട്ട് വേണം, അതും നടക്കുന്നില്ല. പിന്നെ ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ഓൾറെഡി ഗ്ലൂക്കോസ് എല്ലാം അവരുടെ ടിഷ്യൂസിൽ കൂടുതലായിരിക്കും. അപ്പോൾ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകളും കൂടുതലായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു അൾസർ വന്നു കഴിഞ്ഞാൽ അത് ഹീലാകാൻ ബുദ്ധിമുട്ടാകുമ്പോൾ നമ്മൾ എല്ലാ ഡയബറ്റിക് പേഷ്യൻസിനോടും പറഞ്ഞു കൊടുക്കുന്നൊരു അഡ്വൈസ് ഉണ്ട്. എന്നും രാത്രിയിൽ കിടക്കുമ്പം പർട്ടിക്കുലർലി കാലിന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഡയബറ്റിക് ന്യൂറോപ്പതിയുടെ പ്രശ്നങ്ങൾ ഉള്ളവർ, തരിതരിപ്പ് മരപ്പ് അസ്വസ്ഥതകളുള്ളവർ എന്നും രാത്രി കിടക്കുമ്പോൾ കാല് നോക്കിയിട്ട് കിടക്കണം. കാലിൽ എന്തെങ്കിലും മുറിവുകളുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പോറലുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള പർട്ടിക്കുലർ നോക്കിയിരിക്കണം. പിന്നെ ടോയ്ലറ്റിലൊക്കെ പോയിട്ട് കാല് ഈർപ്പത്തോടെ നേരെ വന്ന് കിടക്കാണ്ട് കാലൊരു ഡ്രൈ ടവൽ വെച്ചിട്ട് വിരലുകളുടെ ഇടയെല്ലാം ഡ്രൈ ആക്കിയിരിക്കണം. കാരണം ആ ഈർപ്പം ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ നിന്നൊരു ഇൻഫെക്ഷൻ അസെൻഡ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും. പിന്നെ അവർ പുറത്തൂടെ നടക്കുമ്പം ചെരുപ്പിടാണ്ട് നടക്കാണ്ട് എപ്പോഴും ചെരുപ്പ് യൂസ് ചെയ്യാന്നുള്ള. ചെരുപ്പ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒത്തിരി ടൈറ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ള ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ചെരുപ്പ് യൂസ് ചെയ്യാണ്ടിരിക്കുക. കംഫർട്ടബിളായിട്ട് ഉള്ളിൽ മൈക്രോസെല്ലാർ റബ്ബർ എന്ന് നമ്മൾ പറയും, അങ്ങനത്തെ സോളുള്ള ചെരുപ്പ്, പുറത്ത് നിന്ന് കവേർഡായിട്ട് നിൽക്കുന്നത്, എന്നാൽ നമ്മുടെ വിരലുകൾക്കെല്ലാം അഡിക്വേറ്റ് സ്പേസ് ഉള്ള രീതിയിലുള്ള ചെരുപ്പുകൾ യൂസ് ചെയ്യുക. ആൻഡ് പുതിയ ചെരുപ്പുകൾ ഓരോ ഡയബറ്റിക് പേഷ്യൻ്റ് യൂസ് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യാണ്ട് ഇടയ്ക്കൊന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് നോക്കുക. ഇടയ്ക്കൊന്ന് കുറച്ച് സമയം കഴിയുമ്പോൾ ചെരുപ്പൊക്കെ ഒന്ന് ഊരി കാലിൽ മുറിവുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ എന്നുള്ളത് നമ്മളെപ്പോഴും നോക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പം മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്നൊരു ഷുഗർ പേഷ്യൻ്റ് ആണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഷുഗറിൻ്റെ വേരിയേഷൻ ഉണ്ടായി, നമ്മൾ ഇൻസുലിൻ സജസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതെന്തോ ചെയ്യാൻ പാടില്ലാത്തതാണ്, വേണ്ട അങ്ങനെ പറയുന്നവരുണ്ട്. അതൊരു തെറ്റിദ്ധാരണയാണോ? ഇൻസുലിൻ എടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആക്ച്വലി ഇൻസുലിനും കൊണ്ടല്ല പ്രശ്നം ഉണ്ടാകുന്നത്. പലർക്കും ഇൻസുലിൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് കണ്ടിന്യൂ ചെയ്യണമല്ലോ, അല്ലെങ്കിൽ എടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട്, ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നു, ഇതൊക്കെയാണ് പലരുടെയും കൺസേൺ ആയിട്ട് വരുന്നത്. എല്ലാ രോഗികൾക്കും ഒരു ടൈം ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10, 15, 20 കൊല്ലം എത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവർക്കൊരു ഇൻസുലിൻ്റെ ആവശ്യം വരുന്നുണ്ട്. അതിന് മുമ്പേ നമ്മൾ പറയുന്നത് ഷുഗേഴ്സ് ഒട്ടും കൺട്രോൾഡ് അല്ലാണ്ട് നിൽക്കുന്ന പേഷ്യൻസിനാണെങ്കിൽ നമ്മൾ സജസ്റ്റ് ചെയ്യും. പിന്നെ ഒരു പേഷ്യൻ്റ് ഓപ്പറേഷൻ എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ ഒരു അക്യൂട്ട് ഇൻഫെക്ഷനായിട്ട് ICU അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഒരു ന്യൂമോണിയ ഒക്കെ ആയിട്ട് കിടക്കുമ്പോൾ ഏതൊരു ഇൻഫെക്ഷനും വൂണ്ടും ഹീൽ ചെയ്യാൻ എപ്പോഴും നല്ലത് ഇൻസുലിൻ തന്നെയാണ് ടാബ്ലറ്റ്സിനേക്കാളും. സോ ആ സമയങ്ങളിലെല്ലാം നമ്മൾ ഇൻസുലിൻ ആയിരിക്കും പ്രിഫർ ചെയ്യുക. ആൻഡ് ടൈപ്പ് 1 ഡയബറ്റിസ് ചെറുപ്പകാലം മുതലേ ഒരു യങ് ഏജ് മുതലേ വരുന്ന ഡയബറ്റിസ് ഉണ്ട്, അവർക്ക് ഇൻസുലിൻ അവരുടെ ദേഹത്തിലില്ല. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസ് ഉറപ്പായിട്ടും ആ സമയം മുതൽ ഇൻസുലിൻ എടുക്കണം. ടൈപ്പ് 2 ഡയബറ്റിക്കാർക്ക് ടാബ്ലറ്റ്സിൽ നോക്കാം, കുറഞ്ഞു വരുന്നില്ല, അല്ലെങ്കിൽ ഷുഗർ കൺട്രോൾ ഇല്ലാണ്ട് നിൽക്കുന്നു, പക്ഷേ അല്ലെങ്കിൽ കുറേ കൊല്ലങ്ങൾക്ക് ശേഷം അവർക്കൊരു ഇൻസുലിൻ്റെ ആവശ്യകത വരും. ഇൻസുലിനായിട്ട് ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല. ഇഞ്ചക്ഷൻ എടുക്കണം എന്നുള്ളൊരു കൺസേൺ കാരണം പല പേഷ്യൻസും അവരെ കൺവിൻസ് ചെയ്തെടുക്കാൻ ആക്ച്വലി പലപ്പോഴും പാടാണ്. അതിൻ്റെ ഉപയോഗവും കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ കുറേ ആളുകൾ ഇപ്പം വേണ്ട പിന്നെ നോക്കാം എന്നുള്ള രീതിയിലാണ് പലപ്പോഴും പോകാറുള്ളത്. ഓക്കെ മാഡം, പിന്നെ നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിൽ ഇപ്പോൾ ഒരു ഡയബറ്റിക് പേഷ്യൻ്റെങ്കിലും ഉണ്ട്. അപ്പം അവർക്ക് കൊടുക്കാനായിട്ട് നമുക്ക് ഡയബറ്റിക് മരുന്നുകൾ കഴിക്കുന്നവർക്ക് അല്ലെങ്കിൽ അത് വരുമോ എന്ന് ടെൻഷനുള്ള അങ്ങനെയുള്ളവർക്കായിട്ട് കൊടുക്കാനായിട്ട് കുറച്ച് നിർദ്ദേശങ്ങൾ ഒന്ന് പറയാമോ? നമ്മുടെ ഫാമിലിയിൽ ഡയബറ്റിക് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി കുറച്ച് ജനറ്റിക് റിസ്ക് ഉണ്ട്. ഇപ്പം ജനറ്റിക് റിസ്ക് വേണമെന്ന് പോലുമില്ല, നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് നേരത്തെ നടന്നു പോയിക്കൊണ്ടിരുന്ന ദൂരങ്ങൾ നമ്മളിപ്പം വാഹനത്തിൽ സഞ്ചരിക്കണം. അപ്പം നമുക്ക് എല്ലാവർക്കും നമ്മുടെ ലൈഫ് സ്റ്റൈൽ അത്രയും വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആർക്കാണെങ്കിലും ഒരു ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഒരു ഡയബറ്റിക്കിലോട്ട് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്.
അപ്പോൾ അങ്ങനെയുള്ളവർ ആദ്യമേ തന്നെ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഡയറ്റ് ആൻഡ് ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ്. അതായത് എക്സസൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളാണെങ്കിൽ അമേരിക്കൻ ഡയബറ്റിക് അസോസിയേഷൻ്റെ വെച്ചിട്ട് ഒരു ആഴ്ചയിൽ ഒരു 150 മിനിറ്റ്സിലും ഇൻ എ വീക്ക് ഒരു എക്സസൈസ് ചെയ്യുക. ഒരു ദിവസം കൊണ്ടെന്നല്ല, ഒരു മിനിമം ഒരു 3 ദിവസം കൊണ്ടെല്ലാം ഒരു 150 മിനിറ്റ്സിൻ്റെ ഒരു എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. എയറോബിക് എക്സസൈസസ് ഉണ്ട്, റെസിസ്റ്റൻസ് എക്സസൈസസ് ഉണ്ട്, ഏത് ടൈപ്പ് ഓഫ് എല്ലാം കൂടി മിക്സഡായിട്ടാണ് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ എക്സസൈസുകൾ ചെയ്യാം, ഡയറ്റ് നോക്കാം. പിന്നെ പറഞ്ഞ പോലെ ഇടയ്ക്ക് ഡയബറ്റിക് ഉണ്ടോ എന്നുള്ളത് സ്ക്രീൻ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുക. ഇനി ഓൾറെഡി ഡയഗ്നോസ്ഡ് പേഷ്യൻ്റ് ആണ്, ഡയബറ്റീസിന് മെഡിക്കേഷൻസ് എടുക്കുന്നതാണെങ്കിൽ സ്ഥിരമായിട്ട് മെഡിക്കേഷൻസ് എടുക്കാൻ വേണ്ടി നോക്കുക. പല പേഷ്യൻസും ഒ പിയിൽ വരുന്നതിൻ്റെ 2-3 ദിവസത്തിന് മുമ്പ് ഡയറ്റ് ഭയങ്കരമായിട്ട് നോക്കും. അപ്പോൾ നമ്മുടെ അടുത്ത് വന്ന് ഗ്ലൂക്കോസ് വാല്യൂസ് വരുമ്പം നോർമലായിട്ടായിരിക്കും വരാറുള്ളത്. പക്ഷേ നമ്മൾ ഈ ആവറേജ് ഷുഗർ എങ്ങനെ ഓവറോൾ കൺട്രോൾ നോക്കുന്നതെന്ന് നോക്കുമ്പോൾ പലപ്പോഴും ഇത് അൺകൺട്രോൾഡ് ലെവലിലായിരിക്കും നിൽക്കാറുള്ളത്. അപ്പം അങ്ങനെ ചെയ്യാണ്ട് ഡയബറ്റിസ് ഇപ്പം ഞാൻ മരുന്നുകൾ കഴിക്കുന്നത് അല്ലെങ്കിൽ ഇൻസുലിൻ എടുക്കുന്നത് എൻ്റെ തന്നെ ഫ്യൂച്ചറിലോട്ടുള്ള കോംപ്ലിക്കേഷൻസ് മാക്സിമം പ്രിവെൻറ്റ് ചെയ്യാനാണ്. ഇപ്പം കൺട്രോളിൽ നിർത്തിയാലേ എനിക്ക് പിന്നീടൊരു സ്മൂത്ത് ലൈഫിലോട്ട് അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ലാണ്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ബോധ്യം പലർക്കും ആദ്യമേ വരണം. എല്ലാവരും ഇത് മെഡിസിൻ എടുക്കുന്നു എന്നുള്ളൊരിതില്ല, പക്ഷേ ഇപ്പോൾ എടുത്തില്ലെങ്കിൽ അതിന് പിന്നീട് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യം വരും. അതൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഒരു ഡയബറ്റിക് നല്ല കൺട്രോളിൽ നിൽക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 മന്ത്ലി വൺസേലും അവർ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറിനെ ഒന്ന് പോയി കാണുക. കാരണം നമുക്ക് ഇടയ്ക്ക് മെഡിക്കേഷൻ എടുക്കുമ്പം കിഡ്നിയുടെ ലെവൽസ് എങ്ങനെയാണ്, വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ഒരു സ്ക്രീൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. പലരും സ്റ്റാർട്ട് ചെയ്യുന്ന മെഡിസിൻസ് കണ്ടിന്യൂസ്ലി വർഷങ്ങളായിട്ട് ഒരിക്കലും ഒരു ഡോക്ടർ കൊടുത്ത മെഡിസിൻ ആയിരിക്കും വർഷങ്ങളായിട്ട് തുടർന്നുകൊണ്ട് പോകുന്നവരുണ്ട്. അപ്പോൾ ഇടയ്ക്ക് അവരുടെ കൺസൾട്ടൻറ്റിനെ ഒന്ന് പോയി കണ്ട് മരുന്നുകൾ ഇത് മതിയോ മോഡിഫിക്കേഷൻ എന്തെങ്കിലും വരുത്തണോ എന്നുള്ളത് നോക്കുന്നതും നല്ലതായിരിക്കും. ആൻഡ് ഷുഗേഴ്സ് കൺട്രോളായിട്ടിരുന്ന് കഴിഞ്ഞാലും ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈലിൽ മാക്സിമം കൊണ്ടുപോകുന്ന അത്തരം മരുന്നുകൾ നമുക്ക് കുറച്ച് നിർത്താൻ വേണ്ടി പറ്റും. വളരെ ഭംഗിയായിട്ട് ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് അറിയേണ്ട എല്ലാ രീതിയിലുള്ള കാര്യങ്ങളെക്കുറിച്ചും മാഡം വളരെ ഭംഗിയായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. മാഡത്തിൻ്റെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന് മാഡത്തിന് ഒരുപാട് താങ്ക്സ് പറയുന്നു. സെൻറ്റ് മേരീസ് ഹോസ്പിറ്റലിലെ മറ്റൊരു പോഡ്കാസ്റ്റ് എപ്പിസോഡുമായി വീണ്ടും കാണാം. നന്ദി.